നാണയത്തെ ഭദ്രദീപം കൊളുത്തുന്നതിനായി താന്ത്രിക കുലപതി താന്ത്രികാചാര്യൻ തിരുവനന്തപുരത്തിന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. 97 വയസ്സേ ആയിട്ടുള്ളൂ. പ്രായാധിക്യം കൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ വരുവാനും ഈ സ്റ്റെപ്പൊക്കെ കയറാനും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇല്ലെത്തിരുന്നത്. ഈ ജ്ഞാനയജ്ഞത്തിന് സർവ്വവിധ അനുഗ്രഹങ്ങളും പകരും ഭദ്രദീപം തെളിയിക്കുന്നതിനായി അതിഥികളെ രണ്ടുപേരും കൂടി വരിക. ഭഗവാന്റെ അനുഗ്രഹത്താൽ 24 യജ്ഞങ്ങൾ പൂർത്തിയാവുകയാണ്. 24ാമത്തെ ഭഗവത് ജ്ഞാനയജ്ഞം ഭദ്രദീപം കൊടുക്കുന്നതിനായി താന്ത്രിക കുലപതി താന്ത്രികാചാര്യൻ ചന്ദ്രശേഖരൻ തിരുമേനിയുടെ മകൻ നാരായണൻ തിരുമനസ്സവറുകളാണ് ഭദ്രദീപം പ്രകാശിപ്പിക്കുന്നത്. തിരുവനന്തപുരത്തിന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. 97 വയസ്സേ ആയിട്ടുള്ളൂ. പ്രായാധിക്യം കൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ വരുവാനും ഈ സ്റ്റെപ്പൊക്കെ കയറാനും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇല്ലെത്തിരുന്നത്. ഈ ജ്ഞാനയജ്ഞത്തിന് സർവ്വവിധ അനുഗ്രഹങ്ങളും പകരും ഭദ്രദീപം തെളിയിക്കുന്നതിനായി അതിഥികളെ രണ്ടുപേരും കൂടി വരിക. അനുവാദത്തോടുകൂടി ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി ആശീർവാദത്തോടുകൂടി നാരായണ തിരുമനസ്സവറുകളെ ഭദ്രദീപം പ്രകാശിപ്പിക്കുന്നതിനായിട്ട് ഭഗവത് നാമത്തിൽ ക്ഷണിക്കുന്നു. ഭദ്രദീപ പ്രകാശനം അനുഗ്രഹ പ്രഭാഷണത്തിനായി നാരായണൻ തിരുമനസ്സവറുകളെ ഭഗവത് നാമത്തിൽ ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ക്ഷേത്രത്തിലെ 24ാമത് ഭർത്താവിനും ഇന്നിവിടെ സമാരംഭം കുറിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, ഈ അധർമ്മങ്ങൾ നിറഞ്ഞ ഈ കൈകാലത്ത് ഇങ്ങനെയുള്ള സംസ്കരണമായ ആളുകളാണ് ആശ്രയമായിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിനും സപ്താഹം കഴിയും. ഇതങ്ങനെ ഓരോരോ സപ്താഹങ്ങൾ കഴിഞ്ഞ കാര്യമില്ല. നമ്മൾ ആ ഓരോ സപ്താഹങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ആ ഒരു ചെറിയൊരു ഇത് നമ്മളെ മനനം ചെയ്ത് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള ആ ഈശ്വര ചൈതന്യത്തെ നമുക്ക് വികസിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ
നമുക്ക് സന്ധിക്കാം. എന്ന് പ്രകാശം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വിശിഷ്ട വ്യക്തിയാണ് ശ്രീ രാജേന്ദ്ര പ്രസാദ്. ഞങ്ങൾ ഒരുമിച്ച് ഗവൺമെൻറ് സർവീസിലുണ്ടായിരുന്നതാണ്. അദ്ദേഹം ആഭ്യന്തരമന്ത്രി ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലെ സയൻറ്റിഫിക് ഓഫീസർ കൊട്ടാരക്കരയാണ് ഇത്. വിവാദാത്മക രംഗത്ത് പ്രഭാഷണങ്ങളും ഭഗവത്ഗീത ക്ലാസുകളും എല്ലാം എടുത്ത് അധ്യാത്മ രംഗത്ത് സജീവമായി നിലകൊള്ളുന്നു. അദ്ദേഹം നാളെ നടത്തുന്ന ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്നു ഈ സത്സംഗവേദി. നമുക്കറിയാം 23 വർഷങ്ങൾക്ക് മുമ്പ് ഈ യജ്ഞശാലയ്ക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യത്തെ സപ്താഹം നടത്തിയത് താൽക്കാലികമായ ഒരു പന്തലൊരുക്കി തിരുവല്ലയിലുള്ള ഭക്തൻ സ്വാമിയാണ്. അദ്ദേഹം 2 വർഷം തുടർച്ചയായി നമ്മുടെ വേദിയിൽ സപ്താഹം അവതരിപ്പിച്ചിട്ടാണ് നമ്മളെല്ലാം അനുകരിച്ചത്. അത് കഴിഞ്ഞ് നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കഴിഞ്ഞ 23 വർഷം വളരെ വിജയകരമായി വളരെ ഭക്തിനിർഭരമായി കേരളത്തിൽ അറിയപ്പെടുന്ന ആധ്യാത്മിക ആചാര്യന്മാരും സപ്താഹാചാര്യന്മാരും ഇവിടെ വന്ന പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഐശ്വര്യമാണ് നമ്മൾക്ക് ഈ നാടിന് ലഭിച്ചത് എന്ന് നമുക്ക് സംശയം പറയാം. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കും കിടക്കുന്നില്ല. പ്രിയപ്പെട്ട രാജേന്ദ്ര സാറിന്, എൻ്റെ പ്രിയ സ്നേഹിതനും സഹോദരനുമായ കോട്ടാത്തല ശ്രീ സി രാജേന്ദ്ര സാറിന് അവരുടെ ഈ ഇന്ദിരാഞ്ചിറക്കൽ മഹാവിഷ്ണു കോശാലകൃഷ്ണ ക്ഷേത്ര സമിതിയുടെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ ഹാർദമായി ഈ പ്രഭാഷണത്തിനായി ക്ഷണിച്ചു. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി ക്ഷേമ സമിതി പ്രസിഡന്റ് ശ്രീ സുകുമാരൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഏറ്റവും നന്നായി സ്തുതിക്കുന്നത് കൃഷ്ണാവതാരത്തിന് മുമ്പ് ബ്രഹ്മാവിന്റെ ഒരു സ്തുതിയുണ്ട് ഭഗവാൻ കൃഷ്ണനെ. സത്യവ്രതം സത്യപരം സത്യവ്രതം സത്യപരം സത്യം സത്യസ്യ യോനി ലിഖിതം ച സത്യേ സത്യസ്യ സത്യം ഋതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രകടനം. സത്യത്തിന്റെയും സത്യമായ ഒരു കാലത്തും മാറ്റവുമില്ലാത്ത ആത്മചൈതന്യമാണ് നമ്മളും നിങ്ങളും എല്ലാവരും ആരാധിക്കുന്ന സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ. നമ്മുടെ വ്യാസഭഗവാന്റെ ഒരു സ്തുതിയുണ്ട്. ആരാണ് കൃഷ്ണൻ? വ്യാസഭഗവാൻ ഭാഗവതത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. വസുദേവ സുതം ദൈവം. കൃഷ്ണൻ ജഗദ്ഗുരുവാണ്. വസുദേവ സുതം ദൈവം കംസചാനൂര വർദ്ധനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. ഈ ജഗദ്ഗുരുവാണ് കൃഷ്ണൻ ലോകത്തിന്റെ ഗുരുവാണ്. വസുദേവസുതം ദേവം കംസചാനൂര വർദ്ധനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. ഈ ലോകത്തിന്റെ മുഴുവൻ ഗുരുവാണ്. പിതാസ്യ ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യച്ച ഗുരു ചെയ്യാനെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. ഒരു കാവിക്കൊടി ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിന് ഏറെ സമാധാനമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ സമത്വം എന്നൊരു വസ്തുത നിർബന്ധമായിട്ടും ഉണ്ടായിരുന്നു. ബാക്കി ഏത് ക്ഷേത്രത്തിൽ പോയാലും അദ്ദേഹത്തിന് ഭയമാണ്. കാരണം അവിടെയൊക്കെ അദ്ദേഹത്തിന് അവഗണന സ്വാഭാവികമാണ്. കാരണം ബാക്കിയുള്ള പ്രധാനപ്പെട്ട ആൾക്കാർ വരും, അവരെ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, ഇദ്ദേഹത്തിന് ഓഫീസിൽ കിട്ടും. ക്രിസ്ത്യാനിയാണല്ലോ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ചെയ്യാം. പക്ഷെ എവിടെയൊക്കെയാണോ ഹിന്ദു സംഘടനകൾ ക്ഷേത്രം നടത്തുന്നത് അവിടെ ജാതിപരമായോ മതപരമായോ വർണ്ണപരമായോ ഒരു ഭേദബുദ്ധിയും ഇല്ല എന്നത് എനിക്ക് അനുഭവത്തിൽ നിന്നും വ്യക്തമാണ്. എൻ്റെ ജീവിതം തന്നെ വിദ്യാർത്ഥി